ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചീസ് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് റെസിപ്പിയാണിത്. ഇത് പൊട്ടിപ്പോവാണ്ട് നല്ല രീതിയിൽ എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോയും കൂടിയാണ് ഇത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം. ആദ്യം നമുക്കൊരു കുക്കർ എടുക്കാം. ഇതിലേക്ക് തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങാണിത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഉരുളക്കിഴങ്ങ് 6 എടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ 2 വിസിലൊക്കെ അടിഞ്ഞ് ഇതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി വെച്ച് കുത്തി നോക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനാണ്. ഇതൊരു 9 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു കറി പീസിൻ്റെ സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവിടെ ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഞാൻ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് റെഡി ആകുന്ന പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോൾ അടച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. ഞാൻ ഇതൊരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു കളറാകുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അധികം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എനിക്കൊരു ബൗൾ നിറച്ചും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു നനവ് മാറി കുറച്ചൊന്ന് ഡ്രൈ ആവുന്നവരെ കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ പീസ് ഇഞ്ചി പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചച്ചുവൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ടൈമിന് ഓപ്പൺ ചെയ്തപ്പം നമ്മുടെ ഈ ഒരു സവാള ഒക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഞാനൊരു 2 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പേസ്റ്റ് ആക്കിയിട്ട് ഉടച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ പൊട്ടാണ്ട് നല്ല രീതിയിൽ നമുക്ക് കട്ട്ലേറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫില്ലിങ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചീസ് കട്ട്ലേറ്റ് ആണ്, അതുകൊണ്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ കൂട്ടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമുക്ക് നല്ല അടിപൊളിയിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു പൊട്ടാറ്റോ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഇത് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ഉരുളക്കെങ്കിൽ കട്ടയില്ലാണ്ടെന്നാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി കട്ട്ലേറ്റ് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു അളവിൽ കിട്ടിയിട്ടുള്ളത് 22 പീസ് കട്ട്ലേറ്റ് ആണ്. അതിൽ ഞാൻ 12 എടുത്തിട്ട് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ സൈസ് കുറച്ചിട്ടാണെങ്കിൽ ഇതിലും കുറച്ചധികം കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺഫ്ലവർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത പാട് ക്രിസ്പി ആയിരിക്കും, പിന്നെ ഇത് സോഫ്റ്റ് ആവും. അപ്പോൾ അതുപോലെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി മുട്ടയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും ഇതുപോലെ ഡിപ്പ് ചെയ്യുക. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കട്ടോ. ഇനി ഇവിടെ ഞാനൊരു പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഈ ഒരു കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു സൈഡ് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ ആകുമ്പോൾ എല്ലാ ഭാഗങ്ങളും നല്ല മുരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ഫ്രൈ പാനിലെല്ലാം ആകുമ്പോൾ ഒരു സൈഡ് കുറച്ചൊരു കളറൊന്നും ഇല്ലാതെ തോന്നാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും നല്ല മുരിഞ്ഞിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് ഇനി ഞാനിതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലേറ്റ് റെസിപ്പിയാണിത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്